മക്കളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ലോകം മുഴുവൻ കാതോർത്ത് നിൽക്കുകയാണ്. പുൽക്കൂട്ടിൽ നിന്ന് യേശുവിലേക്കുള്ളൊരു തീർത്ഥയാത്രയുടെ 5-ാം ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഈശോയ്ക്ക് എന്തൊരു ഇഷ്ടമാണെന്നറിയാമോ? ഒരാളൊരു വചനം കേൾക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ അഭിവൃദ്ധി പ്രാപിക്കുകയും അധോഗതിയിലേക്ക് പോകാതെ കാത്ത് സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ് ഓരോ വചനം. ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യം. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ഭയങ്കര പ്രാർത്ഥനയാണിത്. ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ കഴിവുള്ളൊരു പ്രാർത്ഥനയാണ്. ആരാണ് പ്രാർത്ഥിക്കുന്നത്? മാതാവാണ് പ്രാർത്ഥിക്കുന്നത്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന്. ദൈവത്തിൻ്റെ അമ്മയാണ് പറയുന്നത്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന്. ഇത് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അറിയാതെ തന്നെ നമ്മുടെ ജീവിതവും കുടുംബവും കർത്താവിന് സ്വന്തമുള്ളതായി തീരും. ഓരോ പ്രാർത്ഥനകൾക്കും യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യേശുവേ എന്നെ രക്ഷിക്കണമേ. യേശുവേ എന്നെ രക്ഷിക്കണമേ. വിലമതിക്കപ്പെടുവാനുള്ള ആഗ്രഹത്തിൽ നിന്ന് യേശുവേ എന്നെ രക്ഷിക്കണമേ. പ്രശംസിക്കപ്പെടുവാനുള്ള ആഗ്രഹത്തിൽ നിന്ന് യേശുവേ എന്നെ രക്ഷിക്കണമേ. വിസ്മരിക്കപ്പെടുമെന്നുള്ള ഭയത്തിൽ നിന്ന് യേശുവേ എന്നെ രക്ഷിക്കണമേ. ഈ പ്രാർത്ഥന ഇങ്ങനെ കൂടെ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ എളിമയിലേക്ക് വളരാനായിട്ട് സാധിക്കും. ഒരു സുഹൃദയവൻ ചൊല്ലി തരട്ടെ. നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം. എന്റെ ഉണ്ണീശോയെ, എളിമ എന്ന പുണ്യം എനിക്കും നൽകണമേ, എന്നെയും അനുഗ്രഹിക്കണമേ. എന്താണ് പുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യാനായിട്ടുള്ളത്? മറ്റുള്ളവരുടെ പ്രവൃത്തികൾ, നല്ല പ്രവൃത്തികൾ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ 5 പേരെ നീ വിളിച്ച് അവരെ അഭിനന്ദിക്കുക. അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം. കണ്ണും കാതും കാവലിരിക്കുന്നു പുൽക്കൂടിലിൽ, ഉണ്ണി പൊന്നേ നിന്നിലിരിക്കുന്നു എന്നെഞ്ചകം. കണ്ണും കാതും കാവലിരിക്കുന്നു പുൽക്കൂടിലിൽ, ഉണ്ണി പൊന്നേ നിന്നിലിരിക്കുന്നു. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ഇന്നത്തെ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും, ഈ കൂട്ടായ്മയോടും, ഇത് ഷെയർ ചെയ്യുന്ന എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.